ലേസി മൂവി കണ്ടു. പടത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു പടം OTT വന്നിട്ട് അല്ലെങ്കിൽ ടി വിയിലിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ടീമുകളുണ്ട്. അവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നേരെ വണ്ടി എടുക്കുക, തിയേറ്ററിലേക്ക് പോവുക, തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ ഒരു പടം കാണുക. കാരണം ഈ ഒരു പടം ശരിക്കും ഒരു തിയേറ്റർ വാച്ചാണ്, അല്ലാതെ OTT പോകേണ്ട ഒരു പടമേ അല്ല. അറ്റ്ലീസ്റ്റ് അനിരുദ്ധിൻ്റെ മ്യൂസിക്, ഒരു കമ്പോസിഷൻ വരുന്ന സീനുകൾ, അതൊക്കെ തിയേറ്ററിൽ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് പോകാമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഈ ഒരു പടത്തിൻ്റെ അത് മ്യൂസിക് കമ്പോസിഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി രീതിയിലാണ്. നമ്മൾ കുറേ റീലുകളിൽ, കുറേ ഭാഗങ്ങളിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു റിംഗ് ടോൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പോസിഷൻ ഉണ്ടായിരിക്കും. അത് വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകൾ വരുമ്പോൾ, അമ്മാതിരി മുഹൂർത്തങ്ങൾ വരുമ്പോഴാണ്. സോ അതുകൊണ്ട് തന്നെ അമ്മാതിരി കുറേ ഐറ്റംസ്, ഗൂസ് ബംബ് ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്. അതിന് പുറമെ BGM ഉണ്ട്. ത്രൂ ഔട്ട് പടത്തിൻ്റെ അത് BGM ഉണ്ട്. എപ്പോഴും ഈ പറഞ്ഞ BGMൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഈ ഒരു കഥ, സിനിമ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ BGM ഇങ്ങനെ കുത്തി നിറച്ച് അരോചകമായിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കുകയാണ്. നോ, അമ്മാതിരി പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് വളരെ സൂതിങ് ആയിട്ടുള്ള, വളരെ മിനിമലായിട്ടുള്ള പരിപാടികളാണ്. പക്ഷെ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള മ്യൂസിക് പരിപാടികൾ. ശരിക്കും ഗാങ്സ്റ്റർ പടമാണ് ത്രൂ ഔട്ട്. പഴയ ഹോളിവുഡിലെ 90s ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗുഡ് ഫെലാസ്, അല്ലെങ്കിൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ അമേരിക്ക ഒക്കെ പോലത്തെ പടങ്ങൾ, ഇവൻ ആ സെയിം കാറ്റഗറിയിലുള്ള സെയിം ടൈപ്പ് പടമാണ് ഇതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മറിച്ച് അതിൻ്റെയൊക്കെ ഒരു തമിഴ്നാടീകരിച്ച ഒരു വെർഷനാണ് ഈ പറഞ്ഞ നമ്മുടെ DC. അതൊരു ഗ്യാങ്സ്റ്റർ ടീമേ ഉള്ളൂ. അവരെന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ടീമുകളൊന്നുമല്ല, വളരെ ലോക്കലായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർക്കെതിരെ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുമ്പോൾ, അവർക്കെതിരെ അതിക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അവർ പ്രതികരിക്കുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ഗ്യാങ്സ്റ്റർ ടീമാണ്. അതിലെ മെയിൻ മെമ്പറാണ് ലോകേഷ് കനകരാജ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ, നമ്മൾ ലിയോയിലും മറ്റ് പല ഇദ്ദേഹത്തിൻ്റെ തന്നെ സിനിമകളിൽ കണ്ടുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളൊന്നും ശരിക്കും മറ്റാളുകൾ അല്ല, ലിറ്ററലി ലോകേഷ് കനകരാജ് തന്നെയാണ്. കാരണം അതിൻ്റെ തന്നെ കുറേ എക്സെപ്റ്റ്സ്, കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു പടത്തിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് പുള്ളി ലിറ്ററലി ജീവിക്കുകയാണ്, അഭിനയിക്കുകയാണ്. നമുക്ക് ഒരിടത്തും തോന്നില്ല. വളരെ നാച്ചുറലായിട്ടുള്ള, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിങ് ത്രൂ ഔട്ട് ഈ ഒരു പടത്തിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് പുള്ളി. ആ ഒരു കഥാപാത്രമായിട്ട് നല്ല രീതിയിൽ ഫിറ്റ് ആകുന്നുണ്ട്. ഐ മീൻ പുള്ളിയുടെ ഒരു ഫിസിക് ആണെങ്കിലും, പുള്ളിയുടെ ഒരു ലുക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഈ ഒരു ക്യാരക്ടറിന് പക്കാ മാച്ചാണ്. അപ്പം നമുക്ക് ഈ ഒരു കഥാപാത്രമായിട്ട് പുള്ളീനെ സങ്കല്പിക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അത്ര ഫിറ്റാണ് പുള്ളി. മറ്റ് കഥാപാത്രങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വാമിക ഗബ്ബി ഉണ്ട് ഈ ഒരു പടത്തിൻ്റെ അകത്ത്. ഗോദ സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ആ ഒരു സിനിമയിലെ നടിയാണ് പറഞ്ഞ വാമിക ഗബ്ബി. പുള്ളിക്കാരത്തേക്ക് നല്ല രീതിയിൽ തന്നെ, ഭയങ്കര പക്ക കാസ്റ്റിംഗ് ആണ് ഈ ഒരു പടത്തിൻ്റെ അകത്തെ ത്രൂ ഔട്ട് എല്ലാം തന്നെ. ആരും തന്നെ ഒരു മിസ്കാസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാരത്തിയുടെയൊക്കെ കുറേ നല്ല സീനുകളുണ്ട് ഡെഫിനറ്റ്ലി. ലോകേഷ് കനകരാജിൻ്റെ തന്നെ ഒരു ഇൻ്റർവെല്ലിന് മുമ്പൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ത്രൂ ഔട്ട്. അതുവരെ നമ്മളൊരു ഹെവി പാക്ക് ഫൈറ്റ് സീക്വൻസ് ഒന്നും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. പക്ഷെ ആ ഒരു ഫൈറ്റ് സീക്വൻസ് വരുമ്പോഴത്തേനും തിയേറ്റർ മൊത്തത്തിൽ കിട്ടില്ല കൊള്ളും. കാരണം അതിൻ്റെ ഒപ്പം തന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് എല്ലാം കൂടെ വന്നിട്ട് പവറാക്കി ചാർജാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയമില്ലാത്ത ഫൈറ്റാണ്, ബ്രൂട്ടൽ ഫൈറ്റാണ്. കൊല്ലുക, കത്തി വയ്ക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. സോ അതിൽ കുറഞ്ഞിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ത്രൂ ഔട്ട് വെട്ടിക്കണ്ടിക്കുക, ആ മാർക്കോ ലെവൽ അങ്ങനത്തെ സാധനമാണ് ത്രൂ ഔട്ട് ഇതിൻ്റെ അകത്തുള്ളത്. ലൊക്കേഷൻ്റെയും വാമിക ഗബിയുടെ കെമിസ്ട്രി ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആക്കിയിട്ടുണ്ട് ത്രൂ ഔട്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ വിഷ്വൽ, സിനിമാറ്റോഗ്രാഫിയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരിക്കലും ഒരു ഫോർമൽ രീതിയിലുള്ള സിനിമ മേക്കിങ്ങിൻ്റെ പരിപാടികളൊന്നുമല്ല. പടം എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര മൂവ്മെൻ്റ് ആണ് പടത്തിന്, ഇങ്ങനെ ഓളം വെട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പടം അല്ലെങ്കിൽ ഒരു ക്യാമറ ഒരാളുടെ സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു പരിപാടിയല്ല. ജസ്റ്റ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ മൂവ്മെൻ്റ് ഉള്ള രീതിയിലുള്ള ഫിലിമോഗ്രാഫി. ശരിക്കും ആ ഒരു ടെൻഷൻ, ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇവൻറ്റുകളെല്ലാം അതേപടി ക്യാപ്ചർ ചെയ്ത് വെച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പടത്തിനകത്ത് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ഓവറോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പടം, പക്ഷേ വളരെ ഇമ്പാക്റ്റിംഗ് ഉള്ള
ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പടം. നമുക്ക് ഓരോ ഇമോഷൻസും സ്ക്രീനിൽ കാണിക്കുന്നത് ശരിക്കും നമുക്ക് കിട്ടും. നമുക്ക് ആ ഒരു ഇമോഷൻസ് വെച്ചിട്ട് കണക്റ്റ് ആവും നമുക്ക് ഉറപ്പായിട്ടും. ആ ഒരു കഥാപാത്രങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മോട്ടീവൊക്കെ നമ്മുടെ മോട്ടീവായിട്ട് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. അത്തരത്തിൽ വളരെ കണക്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു നൈസ് വർക്ക് തന്നെയാണ് TC എന്നാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത്. കൊള്ളാം, ഇറ്റ്സ് ഗുഡ്, ഡെഫിനറ്റ്ലി ഒരു വർത്ത് വാച്ച് മൂവി.